ഹക്കീം എന്ന് പറഞ്ഞ അവനാണ് ഇതിന്റെ പിന്നില്, അവനാണ് പൈസ അടിച്ചത്. ഹക്കീമിനോട് ഞാൻ ലാസ്റ്റ് സമയം സംസാരിച്ചപ്പോ പറഞ്ഞതുപോലെ അപ്പൊ എന്റെ ഗ്യാസറ്റ് അല്ലെങ്കിൽ ഹക്കീമിന്റെ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് ഭയങ്കരമായിട്ട് കറങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാവുന്നുണ്ട്. ഒരുപാട് പേരെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നെ 2-3 പേര് പേഴ്സണലി ഈ വീഡിയോസ് അയച്ചു തന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവം, ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളത്. ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാലം തെളിയിക്കട്ടെ, അത് ഞാനല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു കേസായിട്ട് പോട്ടെ, അങ്ങനെ തെളിയിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഹക്കീമിന്റെ ആരെങ്കിലൊക്കെ ആയിട്ട് ഈ വീഡിയോ കാണണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരോടും കൂടി ഞാൻ പറയണേ, എനിക്ക് ഹക്കീമായിട്ട് പേഴ്സണലി യാതൊരുവിധ പ്രശ്നവുമില്ല, ഒരു ഇഷ്യൂസും ഇല്ല. ഹക്കീമായിട്ടുമില്ല, ഈ പറഞ്ഞ അനന്തമായിട്ടുമില്ല, അഖിലായിട്ടുമില്ല. ഞാൻ ഇതിൽ കുറച്ചധികം വീഡിയോസ് വെക്കുന്നുണ്ട് പലരുടെ. ഇവരാരായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ആരായിട്ടും ഞാൻ ഹക്കീമിന്റെ കാലത്തിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ നമ്പി ഇങ്ങനെ ഞാൻ ആരെയും നമ്പി നിൽക്കുന്നത് അറിയാം. ഞാൻ ആരെയും കൂടെ നിൽക്കുന്നില്ല, ആരും ഇതാക്കുന്നില്ല. എന്റെ കൂടെ നിൽക്കുന്നില്ല, അന്തുവിന്റെ കൂടെ നിൽക്കുന്നില്ല, അഖിലിന്റെ ഇല്ല, ആരും ഇല്ല. അത് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. എല്ലാവരുടെ അടുത്തും ഒരു കോമൺ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. എല്ലാവരുടെ അടുത്തും ഒരു കോൺടാക്ട് ഉണ്ട്. ഈവൻ ഹക്കീമിന്റെ അടുത്തായാലും എന്തെങ്കിലും കാര്യങ്ങൾ ഒരുമായി ചോദിക്കും, എന്താണ് ഇത് എന്നുള്ള രീതിയിൽ ചോദിക്കും എന്നല്ലാണ്ട് അവന് റിപ്ലൈ തരും, അത് അവിടെ നിർത്തും. അല്ലാതെ കോൺടാക്ട് ഇല്ല. കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ കോൺടാക്ട് ചെയ്തപോലെ. അത് ഹക്കീമിന് നന്നായിട്ട് അറിയാം. അതിന്റെ റീസൺ എന്തായതാന്നുള്ളത് ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നാത്തൊരു ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടായപ്പോഴേക്കും ഞാൻ അതവിടെ വെച്ച് നിർത്തിയതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഹക്കീമിനോട് യാതൊരു ദേഷ്യമോ വൈരാഗ്യമോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അത് ഞാൻ തുറന്നു പറയാണ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹക്കീമിനെ പാടെ കുറ്റപ്പെടുത്തി അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ ശരിയാണ് എന്നുള്ള രീതിയിലല്ല. കുറച്ചധികം ആസ്പെക്ട്സ്, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെല്ലാത്തിനൊടുവിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യാം. സോ ഫസ്റ്റ് ഡോക്ടർ ഡ്രേക്ക്, അതായത് അനന്തുവിന്റെ അടുത്ത് ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച മുമ്പ് ഞാൻ അനന്തോടി ഉണ്ടായ ഒരു കോൺവെർസേഷൻ. നമ്മളെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും തമാശ, കളി, ചിരി, അങ്ങനെയുള്ള തെറിവിളി ഇത്രയേ ഉള്ളൂ. എപ്പോൾ വിളിച്ചാലും ഇതിപ്പോ കുറച്ച് നേരത്തെ വിളിച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ കൂടെയുള്ള തമാശകൾ കാര്യങ്ങളും ഉള്ളൂ. അതിന് മറ്റൊരു വ്യക്തിയുടെ കാര്യങ്ങൾ ഞാൻ അനന്തവും തമ്മിൽ ഡിസ്കസ് ചെയ്യാറില്ല. ഹക്കീമായിട്ട് ഞാൻ ഇന്നവരെ എന്റെ അറിവ് ശരിയാണെങ്കിൽ വേറെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇന്ന പോലെയാണെന്ന് പറഞ്ഞ് നിർത്തി, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് പ്യുവർലി ഒരു കോണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്നതിനെ ബേസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൽ ദർ ഇസ് നത്തിങ് പേഴ്സണൽ അബൌട്ട് ഇറ്റ്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒന്നും വലിച്ചിടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ഓൾറെഡി ഹക്കീമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ ഈ വീഡിയോ ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഉൾപ്പെടെ ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നോക്കുമ്പോഴേക്കും എല്ലാവരും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇങ്ങനത്തെ കോണ്ടന്റ്സ് എടുത്ത് ചെയ്യുന്ന ഒരാളാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എനിക്കിത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഇനി അനന്തു പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഹക്കീമിനോട് ഞാൻ ലാസ്റ്റ് സമയം സംസാരിച്ചപ്പോ പറഞ്ഞതുപോലെ ഇത് പേഴ്സണൽ പ്രശ്നങ്ങളല്ല ഹക്കീമെ, ഇത് ഹക്കീം ചെയ്ത കോണ്ടന്റുകളാണ് പ്രശ്നം. ആദ്യത്തെ കോണ്ടന്റ് ബാംഗ്ലൂരിലെ RR കോളേജും ആചാര്യ കോളേജിനെയും ചുറ്റി സംബന്ധിച്ച് ഡ്രഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്. ബാംഗ്ലൂർ RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ ഇടയിലായിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്, ഹക്കീമിന് ഡീറ്റെയിൽസ് കൊടുത്തത് ഇവർ 2 ആൾക്കാരായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഹക്കീം കോണ്ടന്റ് ചെയ്യുന്നത്. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട, 10 കോടി രൂപയുടെ ലഹരി മരുന്നുമായി 2 മലയാളികൾ പിടിയിലായി. അശ്വിൻ, മുബീന എന്നിവരാണ് പിടിയിലായത്. ഡിപ്പാർട്ട്മെന്റ് 10 കോടി മൗലിക ഡ്രഗ്സ് പത്തയാക്കി. കോടിക്കണക്കിനുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ നിലവിലെ ഡ്രഗും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്ന ഈ കുറച്ച് ആൾക്കാരായിരുന്നു. ഈ കുറച്ച് ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഹക്കീമിന്, കാരണം ഇത് ഹക്കീമിന് കൂട്ടുകാരാണ്. അടുത്തത് കാസർഗോഡുള്ള കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, തിരുവനന്തപുരത്ത് ലക്ഷ്യ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ. ഈ കോണ്ടന്റ് ഹക്കീം ചെയ്ത കോണ്ടന്റ്. ഇതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഒരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുകയും അതുപോലെ തന്നെ ഒരു കോർട്ട് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് കൃഷ്ണപ്രിയക്കെതിരെ ട്രിബ്യൂണൽ കമ്മീഷണർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അധികം വൈകാതെ കൃഷ്ണപ്രിയ ജയിലിലാണ്. ആ കോർട്ട് ഓർഡർ ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെ ഒരു കോർട്ട് ഓർഡർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഫാബ്രിക്കേറ്റിംഗ് എവിഡൻസ്, ടോക്ക് ഓഫ് ഫാബ്രിക്കേഷൻ. ഇത് ഹക്കീം ചെയ്ത വേറൊരു കോണ്ടന്റ് ആണ്. കേരളത്തിൽ 16ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്നത് സെക്സ് റാക്കറ്റും വിസ തട്ടിപ്പാണ്. ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്ന കേൾപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ ഓഡിയോ. ഞങ്ങളോടൊന്ന് പെട്ടുപോയി ബ്രോ, എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല. സെക്സ് വർക്കിനൊക്കെ പോകാൻ അവർ പറയുന്നത്. പിന്നെ ലീഗലി മൂവ് ചെയ്യുന്നത് പറയുമ്പോൾ ഇവരെ നാളേക്ക് ശരിയാവും, ചെറിയ ഡിലേ ഉണ്ട്. അത് അങ്ങനെ ഒരു പെണ്ണില്ല. ഹക്കീം അല്ലെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം അങ്ങനെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ യഥാർത്ഥ വോയിസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറയട്ടെ, അത് ഹക്കീമിന്റെ വോയിസ് തന്നെ ഹക്കീം പെണ്ണുങ്ങളെ പോലെ ആക്കിയതാ അല്ലേ ഹക്കീമേ? ഇതെല്ലാത്തിനും പുറകെയായിട്ട് ഒരു ഇൻഫ്ലുവൻസർ കുട്ടി അവരുടെ വിഷമത്തിന് ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം അതും എടുത്തൊന്ന് കോണ്ടന്റ് ചെയ്തു. ആ പെണ്ണിന്റെ കൺസെന്റ് പോലും ഇല്ലാതെ ആ പെണ്ണ് അവസാനം കരഞ്ഞ് കാല് പിടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അവസാനം ഞാനാണ് ആ പെൺകുട്ടീനെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് ഇവന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. എന്നിട്ട് യാതൊരു കാര്യം ഹക്കീം ചെയ്തില്ല. കാരണം കോണ്ടന്റ് ആണല്ലോ അവിടെ പ്രയോറിറ്റി. കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, കുറച്ച് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയും സ്വന്തം വോയിസ് എടുത്തിട്ട് പെണ്ണുങ്ങളുടെ വോയിസ് ആക്കുകയും ഒക്കെ ചെയ്യാതിരുന്നിട്ട് ബി എ റെസ്പോൺസിബിൾ ക്രിയേറ്റർ ഓൺ ദിസ് പ്ലാറ്റ്ഫോം. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല. ഐ എം ഓൺലി ടോക്കിംഗ് അബൌട്ട് കോണ്ടന്റ് ഹിയർ.
ഇത് പ്രൂവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ട് 2 ഞാൻ തരാം ഹക്കീമെ. സ്നേഹം പിറകട്ടെ, സ്നേഹം മാത്രം പിറകട്ടെ. ഫസ്റ്റത്തെ അനന്തുവിന്റെ ഒരു വീഡിയോ ഇതായിരുന്നു. 2-3 ആഴ്ച മുമ്പ് എന്റെ അടുത്ത് ഇതുപോലെ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ടാ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എനിക്കറിയില്ല ഇതിനെ കുറിച്ച് ഒന്നും ഒരു പിടുത്തൂല. ഞാൻ പറഞ്ഞ് നോക്കി കണ്ട് ചെയ്യുക, കാര്യം വേറെ ഒന്നുമല്ല. അങ്ങോട്ടും കൂടെ ഒരു ഫൈറ്റോ പ്രശ്നങ്ങളായിട്ട് പോകണ്ട, എല്ലാരും ഒരുമിച്ചൊരു നല്ല കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വെറുതെ ചുമ്മാ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ വേണ്ട നോക്കിക്കണ്ട് ചെയ്യുന്ന എനിക്കറിയില്ല സത്യം പറയാം എന്താണ് സംഭവിക്കാൻ പോണത്, എന്താണ് കോണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് വീഡിയോ, എന്തൊക്കെയാണ് പ്രൂഫ് എന്നുള്ളത്. അവൻ കോൺഫിഡന്റ് ആയിരുന്നു, അവനത് കുറെ പ്രൂഫുകൾ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിപ്പോ ഞാൻ സായിയുടെ വീഡിയോ കണ്ട് സായിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. സോ സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ അനന്തുവിന്റെ കുറെ പ്രൂഫുകൾ കാര്യങ്ങളുണ്ട് എന്നാണ് അനന്തു പറയുന്നത്. അത് പുറത്ത് വിടണത് ഏത് രീതി വിടണം, എങ്ങനെ പോകണം, ലീഗലി പോകണോ അല്ലോ, ഇതൊക്കെ അനന്തുവിന്റെ ഓൺ ഡിസിഷനാണ്. നമുക്ക് ആർക്കും വേണ്ടി അതൊരു ഞാൻ ഇടപെടാറില്ല, അത്രേ ഉള്ളൂ. സോ ഈ ഒരു കോണ്ടന്റിനും തുടങ്ങിയപ്പോഴും പിന്നെ 2 സൈഡിലും സ്റ്റോറീസ് ഇടാൻ തുടങ്ങി. എനിക്ക് പേഴ്സണലി എന്റെ കുറെ ഫ്രണ്ട്സ് എന്റെ ഫോളോയിങ് ലിസ്റ്റ് ഉള്ളത്, കാര്യം കോമൺ ഫോളോവേഴ്സ് കുറെ പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇവരൊക്കെ ഈ സാധനങ്ങൾ എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. എന്താന്ന് വെച്ചു. ഞാൻ എന്ത് പറയാനാണ് ഇതിനകത്ത്? സത്യം പറയാൻ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. അവർ ചെയ്യുന്ന വീഡിയോ കാണുന്നു, അത് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്യും അല്ലെങ്കിൽ കമന്റ് ചെയ്യും. ഇപ്പൊ ഹക്കീമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ എന്താ, നീ ഇതിനെതിരായിട്ട് നിനക്കൊരു വീഡിയോ ഉണ്ടെങ്കിൽ നിനക്ക് പറയാണ്ടെങ്കിൽ പറ. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കൺവിൻസിംഗ് ആയി തോന്നുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ കണ്ടന്റ്, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ പേഴ്സണൽ അറ്റാക്ക് എൻ്റെ അടുത്തേക്ക് വരായിരുന്നാൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമല്ല പേഴ്സണൽ അറ്റാക്ക് ചെയ്യണം. ഞാൻ ആരും ഒരു പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഒരു വാലിഡ് അല്ലാത്തൊരു കോണ്ടന്റ് എടുത്തിട്ട് ഞാൻ ചെയ്ത് ഒരാളുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് തകർക്കുന്ന രീതിയിലുള്ള സാധനം ഞാൻ ചെയ്തിട്ടില്ല. ഫൈൻ. ഇതിന് ശേഷമാണ് വന്ന മെയിൻ കണ്ടന്റ്, അതിലേക്ക് പോവാം. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion, and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പയെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പയെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന മെസ്സേജ് ഹക്കീം അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തില് എഴുതി തന്ന ഇതേപോലെ വോയിസ് അയക്കണം. ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. ഞാനും എന്താ വിചാരിക്കുന്ന പൈസ വാങ്ങിക്കത്തില്ല. നമ്മൾ അങ്ങനെ മൈൻഡിന് പോലും പോകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം. ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു ഓൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ സവാദ്? അങ്ങനല്ലേ എനിക്ക്? അതെ അല്ലേ. ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്നത് 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. ഈ ഒരു സാധനം വരെ ഞാൻ കണ്ടപ്പോഴേക്കും എനിക്ക് എന്താ പറയാ, ഞാൻ ഈ ആന്റണി പെപ്പ റിലേറ്റഡ് ആയിട്ടുള്ള ഹക്കീം ഇട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ പുള്ളിയുടെ പഴയ അക്കൗണ്ട് ആയിരുന്നു. പുതിയ അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോഴാണ് അക്കൗണ്ട് ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പോ അങ്ങനെ ഒരു അക്കൗണ്ടും ഫോളോ ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇച്ചിരി അഹങ്കാരിയായിട്ട് മാറിയിട്ടുണ്ട്. ആരും ഫോളോ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തില് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വേർഷൻ അനന്തു തന്നിട്ടുണ്ട്. അതിൽ തന്നെ അനന്തു കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നതാണ് ഇതിന് കൗണ്ടറായിട്ട് ഹക്കീമിന് എന്തെങ്കിലും പറയാനോ ചെയ്യാനുണ്ട് ഈ ചെയ്യാനോ പറഞ്ഞത്. ഇതുവരെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനതും ഹക്കീമിന്റെ അടുത്ത് എനിക്ക് ഇന്ന് കാലത്തെ ഓഡിയോയില് ഹക്കീം പറയുന്നത് ഹക്കീം ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ്. കാര്യം ഇതായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ ഫൈൻ, ഇപ്പോഴും ഞാൻ ആ നിലപാടിൽ തന്നെ നിൽക്കുന്നത്. ഹക്കീം ഒന്നും ചെയ്തിട്ടില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇതായിട്ട് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇവര് വെറുതെ പറയണതാണ്. കാരണം എല്ലാരും ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ഇപ്പൊ എന്തിന്റെ പേരിലാണ് ഈ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനമായിട്ട് ഇവര് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതെന്നുള്ളത് ഹക്കീം വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി അങ്ങനെ ഒന്നും പറയണ്ട, അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്, നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഹക്കീമിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ ടു ഫയൽ എ പോലീസ് കേസ്. ഇവിടെ ദുബായിൽ നിന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരു പോലീസ് കേസ് കൊടുക്കാം. ഏത്
അനന്ത് ചെയ്ത ഈ വീഡിയോക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ വന്നതിനെതിരായിട്ട് ഹക്കീമിന് ഒരു വീഡിയോ ചെയ്യാം, എന്തായാലും കേസ് കൊടുക്കാം. കേസ് കൊടുത്തിട്ട് അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവണി ഉറപ്പായിട്ടും ഞാനിപ്പോ ഈ വീഡിയോ കൂടി തന്നെ പറയുന്നത് ഹക്കീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഹക്കീമിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഒരു തെറ്റുമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഹക്കീം തരുകയാണെങ്കിൽ ഞാനായിക്കോട്ടെ, ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, പലരും ഉണ്ട്, ആർക്കെങ്കിലും കഴിച്ചു കൊടുത്താലും അവരൊക്കെ കൃത്യമായിട്ട് വീഡിയോ ചെയ്യും, ഞാനും ചെയ്യും. ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ചെയ്തോളാം, ഇത്രേ ഉള്ളൂ. അത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 2-3 ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടിട്ട് മാത്രം ഒരാൾ തെറ്റുകാരനാണ് കുറ്റക്കാരനാണെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ല കോടതി. നിയമ സംവിധാനങ്ങൾ അത് വേറെ തന്നെ കാര്യങ്ങളാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ട്സ് നോക്കണം, ഒരുപാട് തെളിവുകൾ, സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുന്നത്. ശരിയല്ലേ? ഹക്കീമിന്റെ അടുത്ത് ഇപ്പോഴത് എനിക്ക് പറയാനുള്ളൂ. ഹക്കീം ഇന്ന് കാലത്ത് എനിക്ക് അയച്ച നമ്മളെ പേഴ്സണൽ ടോക്കിലും ഹക്കീം എന്താ പറഞ്ഞത്, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നീ ഒന്നും ചെയ്തിട്ടില്ല, ഫൈൻ. സായി ഇന്ന് സായിയുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു പോർഷൻ, അതായത് ഹനാൻ ഷാ പിന്നെ പെപ്പയുടെ മൂവി ഇതിനൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു പർട്ടിക്കുലർ മൂവി കാട്ടാളന്റെ സമയത്താണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതും എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. ആ പടത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആ ഒരു സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് ഹനാനായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ഒന്നുമില്ല, ഒരു കോൺടാക്റ്റും ഇല്ല. സോ അതുകൊണ്ടാണ് സായിയുടെ വീഡിയോ കണ്ടപ്പോഴേക്കും സായിനെ ജസ്റ്റ് ഒന്ന് വിളിക്കുകയും ചെയ്തത്. അതിനുശേഷം ഞാൻ ഈ കോൺടാക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. സോ സായിയുടെ വീഡിയോ തന്നെ ഞാൻ എടുത്ത ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് ഈ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഹനാൻ ഷാനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഹനാൻ തന്നെ എന്നോട് പറഞ്ഞു, സായി ബ്രോ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ സായി ബ്രോ പുറത്ത് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഇത് തന്നെയായിരിക്കും ഞാൻ എല്ലായിടത്തും എവിടെയും പറയുന്നത്, ഞാൻ എവിടെയും മാറ്റി പറയില്ല. ഇത് ഹനാൻ എനിക്ക് തന്നൊരു ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാട്ടാളന്റെ സെറ്റിൽ ഈ ലേഡി, വിക്റ്റിമായ ലേഡി പെപ്പയുടെ ഒപ്പം വന്നു പോയത് കണ്ടവരുണ്ട്. ആ ലേഡി അവിടെ സെറ്റിൽ വന്നു പോയിട്ടുണ്ട്. ഹനാനും ആ വിഷയം അറിയാം. ഓക്കെ, അപ്പൊ ഈ വിക്റ്റിമായിട്ടുള്ള ലേഡി ഇങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ ഹനാൻ അടക്കമുള്ളവർ ആ സെറ്റിലൊരു ആംബിയൻസ് പറഞ്ഞാൽ വളരെ ശോകമായിരുന്നു. കാരണം ഒരു സിനിമ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ OTT അതിന്റെ സെയിൽസ് അടക്കം നടക്കണം. തിയേറ്ററിൽ പൊട്ടുകയോ ജയിക്കുകയോ അതൊക്കെ വേറൊരു വേർഷൻ. പക്ഷെ അതിന്റെ പ്രീ സെയിൽസ് ആൻഡ് പോസ്റ്റ് സെയിൽസ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിലെ നടന്റെ വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സിനിമേന്റെ എന്താ പറയുക, ഹീറോ നടൻ ഒരു പീഡന ആരോപണത്തിൽ പെട്ട ഒരാൾ, കേസ് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് OTT ഏറ്റെടുക്കില്ല. സിനിമ തിയേറ്ററിൽ സക്സസ് ആവുമോ ഇല്ലേന്ന് അറിയാത്ത ഗാംബ്ലിംഗ് അല്ല OTT എന്ന് പറയുന്നത്. OTT എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. അതിന് ഡെഫിനറ്റ്ലി പൈസ വരും, പ്രോഫിറ്റ് വരും എന്നറിയാം. ആൻഡ് ആന്റണി പെപ്പയ്ക്ക് അത്യാവശ്യം ഈ പറഞ്ഞ OTT വാല്യൂ ഉണ്ട്. അപ്പൊ അവിടെ ഷെരീഫ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈ വിഷയം കൊണ്ട് അവിടെ ഈ പറഞ്ഞ സിനിമ നിർത്തുകയെ അല്ലെങ്കിൽ അലിഗേഷൻ വന്നോ എന്ന് പറയൊന്നുമില്ല. ഷെരീഫ് ബിസിനസ്മാനാണ്, ഷെരീഫിന് കാശിട്ടാൽ കാശെടുക്കണം. അപ്പൊ ഷെരീഫിന്റെ ബിസിനസ് നടക്കുന്ന സ്ഥലം ഒന്നും എന്ത് ചെയ്യരുത്, ഇത് ബ്ലോക്ക് ആവരുത് ഇവന്റെ പെണ്ണ് കേസ് കാരണം പെപ്പേന്റെ. ഷെരീഫ് അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ ഈ പ്രൊഡക്ഷന്റെ അക്കൗണ്ടിൽ നിന്നാണ് പെപ്പയുടെ അക്കൗണ്ടിലേക്കോ പെപ്പയുടെ മാനേജറുടെ അക്കൗണ്ടിലേക്കോ മാറ്റിയിട്ടുള്ളത്. അത് അവന്റെ റെമ്യൂണറേഷന്റെ ഭാഗമായിട്ടുള്ള പൈസ. അതാണ് ഇവിടെ ഈ കൊടുത്തൊരു എമൗണ്ട് അത് വൈറ്റ് ആണെന്ന് ആദ്യമേ പറഞ്ഞൊരു കേസ് ഇതാണ്. പെപ്പയുടെ റെമ്യൂണറേഷൻ എന്നുള്ള രീതിയിൽ കൊടുത്ത ഈ ഒരു എമൗണ്ട്. ഓക്കെ, സോ അതാകുമ്പോൾ പ്രൊഡക്ഷന്റെ ടീമിലേക്കും വേറെ എവിടേക്കും ഈ കേസ് നീളത്തില്ല, ഒരു ചോദ്യം ഉണ്ടാകത്തില്ല. ഫൈൻ. ഒന്നല്ലെങ്കിൽ പെപ്പയുടെ അക്കൗണ്ടിലേക്കായിരിക്കും, വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്കായിരിക്കും. അത് എനിക്ക് വലിയ പിടുത്തമില്ല, എനിക്കറിയില്ല, അറിയാത്ത കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും അക്കൗണ്ടിലേക്കായിരിക്കും അത് പോയേക്കണേ. അത് പിന്നീട് എങ്ങോട്ടാണ് പോയേക്കണേ എന്നുള്ളതൊക്കെ അനന്തുവിന്റെ വീഡിയോന്ന് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ അവൻ കാണിക്കുന്നുണ്ട്, ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലേക്കാണ് കാണിച്ചേക്കണേ. ഇനി ഇത് ഹക്കീം ആണ് ഇനി ഇത് പറയേണ്ടത്. ഹക്കീം അങ്ങനെ പബ്ലിക്കലി വീഡിയോ, എത്ര വീഡിയോസ് ഇടുന്നതാണ്, ഡു ഇറ്റ് മാൻ. അങ്ങനെ വീഡിയോ ഇട്ടോളൂ നിങ്ങൾ. കാര്യം നിങ്ങൾ ആ വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവൻ ഞാനടക്കം നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴേക്കും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ കാണുന്നത്. സോ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നെ പോലെയാണെന്നുള്ള വീഡിയോ ഇട്ടോളൂ, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്തോളൂ. ഇത് ഇങ്ങനെ വീഡിയോ അനന്ത് ഇട്ടതിന്റെ പേരിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ അലിഗേഷൻ നിങ്ങളുടെ പേരിൽ വന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ക്ലിയർ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ഇടാം, സോറി കേസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സായിയുടെ അടുത്തുനിന്നും കിട്ടിയൊരു വേർഷൻ. ഹനാനായിട്ട് സംസാരിച്ച സമയത്ത് ഹനാന്റെ സൈഡിൽ നിന്ന് കേട്ടൊരു വേർഷൻ ഇതാണ് സായിയുടെ അടുത്ത് പറഞ്ഞത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഈവൻ ഹനാൻ പോലും അത് ആരുടെ മെസ്സേജ് അയക്കുന്നത്, ഹനാനും ഈ കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബോൾ ഇരിക്കുന്നത് ഹക്കീമിന്റെ കയ്യിൽ മാത്രമാണ്. ഹക്കീമ് മാത്രമാണ് ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഇനി പറയേണ്ടതായിട്ടുള്ളൂ. അത് ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇനി ഇതിന് ശേഷം അഖിലിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അഖില് വേറൊരു അലിഗേഷൻ ആയിട്ട് അഖില് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താ ചെയ്തത്, 2 ദിവസം മുമ്പ് ചെയ്തൊരു സാധനം.
എന്റെ കാസറ്റ് എന്ന സോഷ്യൽ മീഡിയ പേജിന്റെ പുറകിൽ അബ്ദുൽ ഹക്കീം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റോർഷൻ റാക്കറ്റ് ആണ്. അതും പലതിലും സെറ്റിൽമെന്റ് നടത്താനായിട്ട് ഹണി ട്രാപ്പുകൾ വരെയും ചെയ്യാറുണ്ട്. ഇങ്ങനെ പറയണം, ഹക്കീം പറഞ്ഞ പോലെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സോൾവ് ആണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒരു വോയിസ് എടുപ്പിച്ചു. ഇവൻ ഹക്കീം നിന്നെ കൊണ്ട് വോയിസ് എടുപ്പിച്ചോ? ആ വോയിസ് ഇവർ കൈ കൊടുത്തിട്ട് വന്നു, അവളും പൈസ ചോദിച്ചിട്ടുണ്ട്. ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂയിൽ ആന്റണി വർഗീസ് പെപ്പയുടെ അടുത്ത് നിന്ന് മേടിച്ചത് 25 ലക്ഷം രൂപയാണ്. മുൻപും ഞാനും ജസീറും ഹക്കീം ചെയ്തു വന്നിരുന്ന ഈ സെറ്റിൽമെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സെറ്റിൽമെന്റിന്റെ ഭൂരിഭാഗവും ക്യാഷ് ഡീലിംഗ്സ് ആയിട്ടാണ് നടക്കുന്നത്. എന്റെ മോൻ എന്റെ പേരും പറഞ്ഞ് എന്റെ പേര് വെച്ച് അവരുടെ 25 ലക്ഷം രൂപ വാങ്ങി. ഞാൻ അന്നേരം ഇവനെ വിശ്വസിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പെപ്പയുടെ മാനേജർ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് മോങ്ങിച്ചെന്ന് എന്ത് കുറഞ്ഞ പരിപാടി കാണിച്ചൊക്കെ നോക്കുന്ന ദീപിച്ചോട്ടോ. ഇവൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇപ്പം ദുബായിലോട്ട് പോയേക്കുവാ. അതും സമൂഹത്തിൽ വലിയ നിലയിലിരിക്കുന്ന ആൾക്കാർ മുതൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടകൾ വരും ഈ ഒരു എക്സ്റ്റോർഷൻ റാക്കറ്റിനകത്തുണ്ട്. ഇന്ന് ഡ്രേക്ക് ഹക്കീമിനെതിരെ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെറും 5 മിനിറ്റിനുള്ളിൽ ബോട്ട് കമന്റ്സും ബോട്ട് ഫോളോവേഴ്സും അടിച്ചു കയറ്റി. തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഞാൻ ഒന്നും പറയുന്നില്ല ഇതിന്റെ അകത്ത്. കാര്യം ഇതൊക്കെ സ്ക്രീൻഷോട്ട് അടക്കം ഇവന്മാരെല്ലാരും എന്താ പറയുക സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. 25 ലക്ഷം, 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, എന്തൊക്കെ കണക്കുകൾ തന്നെ. ഇന്ന് സായിയുടെ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ വേറെയും കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ പലരെയും കുറിച്ചിട്ട് അതിന്റെ അകത്ത് പരാമർശിച്ചേക്കുന്നത് ഇതുപോലെ ക്യാഷിന്റെ കാര്യങ്ങൾ. അതൊന്നും മാൻ എന്തായാലും ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ പേരിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു കോണ്ടന്റിന്റെ പേരിലോ യൂട്യൂബിൽ ഇട്ട വീഡിയോസിന്റെ പേരിലോ ആരെയൊന്നും അങ്ങനെ കാശ് തട്ടിച്ചിട്ടുമില്ല, പറ്റിച്ചിട്ടുമില്ല, ഒന്നുമില്ല. നോട്ട് ഈവൻ എ സിംഗിൾ കേസ്. അത് എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആരെങ്കിലും വന്നാൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് അപ്പൊ തന്നെ സോർട്ട് ഔട്ട് ചെയ്യാനും അത് ഏത് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണോ അവരെ കണക്ട് ചെയ്ത് കൊടുക്കാനും എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. കാര്യം ഞാൻ കാരണം ഒരാളെ ഒരു ക്യാഷ് നഷ്ടപ്പെടാനോ ഒരാളൊരു ബുദ്ധിമുട്ടിലാവാനോ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതേ അവസ്ഥ തന്നെ ഇരിക്കുന്നത്. രക്ഷപ്പെടൂലല്ല. ഇതിനും മാത്രമുള്ള കുറുക്കൂത്തിയൊന്നും എന്റെ അല്ലെങ്കിൽ അഖില് ചെയ്ത രണ്ടാമത്തെ ഒരു കോണ്ടന്റ് ഇന്നിപ്പോ കുറച്ച് ചേർത്തിട്ട് അതും കൂടി വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. ഹക്കീം എന്ന് പറഞ്ഞ അവനാണ് ഇതിന്റെ പിന്നില്. അവനാണ് പൈസ അടിച്ചത്. മീറ്റ് ഹനാൻ ഷാ അബ്ദുൽ ഹക്കീം. സോഷ്യൽ മീഡിയ റീച്ച് ഉപയോഗിച്ച് എക്സ്റ്റോർഷൻ, മണി ലോണ്ടറിംഗ്, ബ്ലാക്ക് മെയിലിംഗ് ഇതുപോലെയുള്ള സീരിയസ് അലിഗേഷൻസ് ആണ് വന്നിരിക്കുന്നത്. 15 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ ബാങ്കിലൂടെ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുകയും ചെയ്തു ഇവർക്ക് ക്യാഷ് ആയിട്ട്. അത് ഇവന്റെ അനിയൻ എങ്ങാണ്ട് അവിടെ മലപ്പുറം ആ സൈഡായിട്ട് വന്ന് വാങ്ങിച്ചിരിക്കുന്നേ. ഹക്കീമിന്റെ ആ ഒരു റിലേറ്റീവ് എങ്ങാണ്ട് വാങ്ങിച്ചിരിക്കുന്നേ. പെപ്പയുടെ 25 ലക്ഷത്തിൽ 15 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ഹനാൻ ഷായുടെ സുഹൃത്തിന്റെ അക്കൗണ്ടിൽ ചെയ്തതിന്റെ പേരിൽ ഹനാൻ ഷായുടെ റോൾ എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇവൻ എല്ലാവരും ഇതിനകത്ത് പഠിച്ചിട്ടു. ഹനാൻ ഷാ നല്ല ഹൈറ്റിൽ നിൽക്കുന്നതാണ്, നല്ല ഇതിൽ നിൽക്കുന്നതാണെന്ന് അവനറിയാം. അല്ലല്ലേ ശരി. ഹനാൻ ഷായ്ക്ക് നിനക്കും ഒരു ഇതില്ലല്ലോ. ഇവൻ ഹനാൻ ഷാ ഹനാൻ ഷാനെ വെച്ചാണ് ഇവൻ മീഡിയേറ്റർ പൈസയുടെ കാര്യം ചോദിച്ചേക്കുന്നത്. ഹനാൻ ഷാനെ ഇവന് പരിചയമുണ്ടോ? ഉണ്ട്. നടക്കുന്നത് ഒരു ക്രൈമാണെന്ന് അറിഞ്ഞതിന് ശേഷവും അതിന് കൂട്ടു നിൽക്കുന്നത് അതേപോലെ തന്നെ കുറ്റമാണ്. വെയിറ്റ് സംസാരിക്കട്ടെ. ഈ ഇതിനകത്ത് ഞാൻ എന്തായാലും ഉള്ള പേര് വലിച്ചിട്ടില്ല. അത് ആരാ വലിച്ചിട്ടെന്ന് അവളോട് ചോദിച്ചു നോക്ക്. ഹക്കീം എന്ന് പറഞ്ഞ അവനാണ് ഇതിന്റെ പിന്നില്. അവനാണ് പൈസ അടിച്ചത്. തെളിവുണ്ടോ ബ്രോ? പിന്നെ ഇല്ലാണ്ടാ, ഫുൾ തെളിവുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ ഈ അലിഗേഷൻസ് പ്രൂഫ് സഹിതം പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഹക്കീമിന് പറയാനുള്ളത് എന്റെ ആർമി കഥയാണ്. ആർമി കഥ പറഞ്ഞ് ഞാൻ പറ്റിച്ചുവെന്ന്. ഹക്കീമെ, നിനക്ക് ഇപ്പോഴും ഞാൻ ഓപ്പൺ ചാലഞ്ച് തരുവാണ്. ഞാൻ ആർമിയുടെ പേര് പറഞ്ഞ് പൈസ പറ്റിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫിസിക്കലായിട്ട് പറ്റിക്കുകയോ കോഴ്സ് വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 100 കണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്തുനിന്നും പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്തുനിന്നും അഖില ആർമിക്കഥയുടെ കാര്യമൊക്കെ കുറച്ചാളും ആരൊക്കെ വീഡിയോ ഇട്ടാൻ കണ്ടപ്പോൾ പക്ഷെ അഖിലൊക്കെ ആയാലും ഉണ്ടല്ലോ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ യാതൊരുവിധ ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ രീതിയിലുള്ള ടോണോ സംസാരമോ ഒന്നും ഈ പറഞ്ഞ രണ്ടുപേരുടെ അടുത്ത് നിന്ന് അനന്തോന്റെ അടുത്ത് അഖിലിന്റെ അടുത്തൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പല വീഡിയോസ് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്, കമ്പൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്. ഹക്കീമിന്റെ അത്രയും നല്ല കമ്പനി ആയിട്ട് 3 പേര് അഖില്, ഹക്കീം, അനന്തു. ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത് ഹക്കീം കൃത്യമായിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. എനിവേ അഗെയിൻ ഞാൻ ഈ 3 പേരുടെ അടുത്തും നമ്മളെല്ലാരും കൂടി ഒരു സമയത്ത് ഒരുമിച്ച് ഞങ്ങളോട് കോണ്ടാക്ട് ഉണ്ടായിരുന്നതിന്റെ പേരിലും ഉൾപ്പെടെ പറയാം. വലിച്ചു നീട്ടി വേറൊരു വൃത്തികെട്ട രീതിയിലേക്ക് ഇതാക്കരുത് എന്നുള്ള ഒരു ഇതുള്ളൂ. ഇപ്പൊ വന്നേക്കുന്ന അലിഗേഷൻസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഹക്കീമിനെ അഗേൻസ്റ്റ് ആണെങ്കിലും വെക്കാം. അത് ഹക്കീം ഒന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് എഗെയിൻ പറയാ. സായിയുടെ അടുത്തും ഹക്കീം പറഞ്ഞത് ഹക്കീമിന്റെ ഭാഗത്തൊരു തെറ്റൂല, ഹക്കീം ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ അടുത്തും ഹക്കീം പറഞ്ഞ ഒരു വേർഷൻ ഇത് തന്നെയാണ്. ഹക്കീം ഇങ്ങനെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും യാതൊരു ഇതും ആൾക്കില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു സാധനോട് എനിക്ക് കിട്ടിയത്. സോ ഞാൻ ആ പോയിന്റിൽ ഉറച്ചു വെക്കുന്നു. ഇഫ് യു ഹാവിൻ ഡൺ എനിത്തിങ്, പ്രൂവ് ഇറ്റ്. ഇവരൊക്കെ വീഡിയോ ചെയ്തോല ഒരു വീഡിയോ ചെയ്യും, ഓർ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദം. ദാറ്റ്സ് ദ റൈറ്റ് വേ. അല്ലാതെ ഇതിന്റെ അകത്ത് സംസാരിക്കേ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരിക ചെയ്യുന്നവരുടെ അടുത്തൊക്കെ വേറെ രീതിയിൽ ടോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഗുഡ്. എനിക്ക് താങ്കളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല.
അല്ലെങ്കിൽ അനന്തുവിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അഖിലിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് നിൽക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള കോണ്ടാക്ടിന്റെ പേരിൽ പലതും സംസാരിക്കും, പല രീതിയിലുള്ള ടോക്കും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതൊക്കെ ഒരു ട്രസ്റ്റ് ഫാക്ടർ എന്നുള്ളതിന്റെ പേരില്ല. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചതിയോ വഞ്ചനയോ ഈ പറഞ്ഞ നിങ്ങൾ 3 പേരിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി കമന്റ് ടോക്ക് ടു മീ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്തതും പറഞ്ഞതും ഇത് ഇവിടെ വെച്ച് ഞാനായിട്ട് നിർത്തുന്നത്. ഇതിന്റെ ഒരു എസ്കലേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്.